എന്ന് പറയുന്ന വഴിവിട്ട സഞ്ചാരങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് എത്രമാത്രം പിന്തിരിപ്പിക്കാൻ അവരെ കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ നമുക്കറിയാം മുഖ്യ പങ്ക് മാതാപിതാക്കൾക്ക് കാണാം അതിനകത്തുള്ളത്. അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെയാണ് കൂടുതലും കുട്ടികൾ ഇങ്ങനെ വഴി തഴിച്ചു പോകുന്നത്. നമ്മൾ ഭാഗ്യവശാല് കലാശക്തി സ്കൂൾ ഓഫ് ആർട്സിൽ ചേർന്നിട്ടുള്ള കുട്ടികളൊക്കെ നല്ല പാതയിൽ കൂടി സഞ്ചരിക്കുന്നവരും നല്ല സന്മാർഗികളുമായിട്ടുള്ള കുട്ടികളാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് തന്നെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് വേറൊരു ഞെട്ടിക്കുന്നൊരു കാര്യം കൂടി ഞാനൊന്ന് പറയുകയാണ്. നമ്മുടെ ഈ കേരളത്തില് ഈ കഴിഞ്ഞ ഒരു വർഷം നടന്ന ആത്മഹത്യ എന്ന് പറയുന്നത് 11,000 ചില്ലുവാനമാണ്. ചില്ലുവാനം ഞാൻ പറയുന്നില്ല, എത്രയാണ് നോക്കുന്നില്ല, ഏകദേശം 11,000 മുകളിലാണ്. ഈ 2025 7-ാം മാസം ആകുമ്പോഴത്തേക്കും ഈ വർഷത്തെ ആത്മഹത്യ എന്ന് പറയുന്നത് 1,800-ലധികമായിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ, അത്രയേ ഉള്ളൂ അതിന്റെ കാര്യങ്ങൾ. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദുർബലമായ നിമിഷത്തിൽ ചിന്തിച്ചു പോകുന്ന അല്ലെങ്കിൽ ചെയ്തു പോകുന്ന ഒരു മഹാ അപരാധമാണ് ആത്മഹത്യ എന്നുള്ളത് ഞാൻ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് ഒരു നിമിഷം, ഒരൊറ്റ സെക്കൻഡാണ്, ഒരു സ്പാർക്കാണ്. ആ ഒരു നിമിഷം നമ്മളെ പിന്തിരിപ്പിക്കുവാൻ നമുക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. പെട്ടെന്ന് നമ്മുടെ ഹൃദയം, മനസ്സെന്ന് പറയുന്നത് അതാണ്. പെട്ടെന്ന് നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥ ഒരു സെക്കൻഡ് നേരം കൊണ്ട്. ആ ഒരു സെക്കൻഡ് നേരം നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട്, നമ്മളെ ചേർത്ത് പിടിക്കുവാനായിട്ട്, നമ്മളെ സമാധാനിപ്പിക്കുവാനായിട്ട് ഒരാള് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അങ്ങനെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. തീർച്ചയായും നമുക്ക് ഒരു വലിയൊരു അനുഭവം പറയാനായിട്ട് ഒരാളിവിടെ ഇരിപ്പുണ്ട്. നിരപരാധിയായിട്ടുള്ള ഒരു സ്ത്രീയെ അവരോടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവരെ ലഹരി കേസിൽ പെടുത്തി അവരെ എത്ര ദിവസം തലശ്ശേരിയിൽ 72 ദിവസം അവർ ജയിലിൽ കിടന്നു. ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഒരു വീട്ടമ്മ ചെയ്യാത്ത കുറ്റത്തിന് അവർ കിടന്നത് 72 ദിവസമാണ് ജയിലിനകത്ത്. നമുക്കറിയാലോ ജയിലിനകത്തുള്ള അവസ്ഥയൊക്കെ നമുക്കറിയാം. പക്ഷേ അവരുടെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം, ദൈവമേ, ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ജയിലിൽ കിടന്ന നരകയാതന അനുഭവിക്കുന്നത് എന്തിനാണ്? ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ല ആത്മഹത്യയല്ലേ എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. ആ സമയത്താണ് ദൈവദൂതനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ ആ ജയിലിൽ കടന്നു ചെല്ലുന്നത്. ഭാഗ്യവശാൽ അതിന്റെ അന്വേഷണത്തിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ ഹൃദയം, അത്ര വിശാലമായ ഒരു മനസ്സിന്റെ ഉടമയായിട്ടുള്ള അദ്ദേഹം മനസ്സിലാക്കി ഇവർ നിരപരാധിയാണെന്നും അവരെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ നിരപരാധിയാണെന്ന് അറിയാം, അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മനസ്സ് ചലിക്കരുത്, വ്യതിചലിച്ചു പോകരുത്, ഒരു ദുശ്ചിന്തകളും ഉണ്ടാകരുത്, നിങ്ങളെ രക്ഷിച്ച് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ആ ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മഞ്ജു സാറ്. തീർച്ചയായും ഒരു നല്ലൊരു സ്ത്രീയെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതിന്റെ ഒരു ചാരിതാർത്ഥ്യവും ആ സന്തോഷവും അദ്ദേഹത്തിന് ഉണ്ടാകും. അങ്ങനെ ഓരോരുത്തരും നമ്മൾ എടുത്തു പറയാത്ത ഒത്തിരി ആളുകളുണ്ട്. ഒരു നിമിഷം മതി നമ്മൾ അവരെ ഒന്ന് സഹായിക്കാൻ തയ്യാറായാൽ. നമ്മുടെ അയൽപക്കത്ത് തന്നെയുള്ള നമ്മുടെ ബന്ധുക്കൾ, തൊട്ട അയൽപക്കത്ത് താമസിക്കുന്ന ബന്ധുക്കൾ, ഇട്ടുമൂടാനുള്ള പണമുള്ള ആളുകള്, അവരുടെ തൊട്ടയിലൊക്കത്ത് കുടുംബത്തിൽ പറഞ്ഞ ഒരാള് നരകയാതന അനുഭവിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ കിടക്കുന്ന ആളുകളെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനോ അവരെ ഒന്ന് സമാധാനിപ്പിക്കുവാനോ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനോ തയ്യാറാകാത്തതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിച്ച് എത്രയോ പേരെ നമുക്കറിയാം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് കലാശക്തി സ്കൂൾ ഓഫ് ആർട്സ് അതിന്റെ ഡയറക്ടർ എന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ജീവിതമെങ്കിലും സുരക്ഷിതമായിരിക്കണം, അവർക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത്, അവർക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടായിരിക്കണം, അവർ മിടുക്കികളായിട്ട് പഠിച്ച് ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അദ്ദേഹം ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത്.
നിർഭാഗ്യവശാൽ നമുക്കറിയാം കുട്ടികളെ ചിലപ്പോൾ എത്തിച്ചേരുമെന്നായിരിക്കാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിക്കാൻ തയ്യാറായ, ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായ ശ്രീ സുനിലിനെ, ഇതിന്റെ ഡയറക്ടർ സുനിലിനെ അങ്ങേയറ്റം ഞാൻ അനുമോദിക്കുകയാണ്. ഞാൻ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാനാണ്. ഞങ്ങളൊക്കെ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ യുദ്ധ രംഗത്തൊക്കെ ചെല്ലുന്ന സംഘടനയാണ് റെഡ് ക്രോസ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളൊന്നും യുദ്ധത്തിന് പോകാറില്ല. ഞങ്ങൾ ഇവിടെ നാട്ടിലേക്ക് നടന്നുള്ള ചെറിയ പരിപാടികൾ, പക്ഷെ ഞങ്ങൾ പരസ്യം ചെയ്യാറില്ല. പരസ്യം ചെയ്യാത്ത പരിപാടികളാണ്. ഞാൻ അതിന്റെ താലൂക്കിന്റെ ചെയർമാനായിട്ട് 4-5 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഞാൻ അതിന്റെ ആക്റ്റീവ് മെമ്പറായിരുന്നു. ഒരു 30 വർഷമായിട്ട് റെഡ് ക്രോസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന, സമൂഹത്തിനിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനുഷ്യരുടെ ഒട്ടേറെ ആളുകളുടെ പ്രശ്നങ്ങൾ എനിക്കറിയാം. പിന്നെ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ 10-50 വർഷക്കാലമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തനങ്ങളിൽ ഒത്തിരി ആളുകളുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. അത് ചെറിയ ആളുകൾ മുതൽ വലിയ ഉന്നതരായ ആളുകൾ വരെ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്. ദീർഘമായി സംസാരിക്കുന്നില്ല, ക്ലാസ്സിനാണ് പ്രാധാന്യമുള്ളത്. ഇനി നമ്മുടെ മജു സാറിന്റെ വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് തരുവാനുണ്ട്. അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ശ്രീ മജു സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിക്കുന്നു. മജു സാറിനെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ സ്വാഗത പ്രാസംഗികൻ സുനിൽ സാർ, അധ്യക്ഷ പദാലങ്കരിക്കുന്ന സോമചേട്ടൻ, പിന്നെ നമ്മുടെ ക്ലാസ്സിന് രാജൻ സാർ, പിന്നെ മറ്റ് കുട്ടികളെ മാതാപിതാക്കൾ, എൻ്റെ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇരുന്നപ്പോൾ ഡിസ്കഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ പ്രതീക്ഷയില്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, കാരണം വെച്ചാൽ അത് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും പത്രങ്ങളിൽ വന്ന കാര്യങ്ങളാണ്, എനിക്ക് പ്രോബ്ലം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ 2004 സർവീസിൽ കയറിയ ആളാണ് എക്സൈസിൽ. അതിന് മുമ്പ് റവന്യൂലായിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ 2-3 ജില്ലകളിൽ മാത്രം ഞാൻ സർവീസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഈ എല്ലാ ജില്ലയിലും സർവീസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എനിക്കൊത്തിരി കേസുകൾ കൈകാര്യം ചെയ്തതിൽ ഇതുപോലുള്ള ഒത്തിരി ബിറ്റർ എക്സ്പീരിയൻസസ് ഒത്തിരി ഉണ്ടായിരുന്നു. അതിൽ ഒത്തിരി മൊബൈലിൽ തന്നെ എത്രയോ അമ്മമാരുടെ കരച്ചിലുകൾ ഉണ്ട്. എന്നുവെച്ചാൽ ഈ കുട്ടികൾ തെറ്റായ വഴി പോകുന്നു. മെയിനായിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഡ്രഗ് അല്ല ലഹരിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങൾക്ക് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അമ്മമാരാണ്. അച്ഛന്മാരത്ര ഇല്ല. അതുപോലെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റായ വഴി പോകുമ്പോൾ സഫർ ചെയ്യുന്നത് ഞാൻ കാണുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്മാരോടൊരു ഡിസ്റ്റൻസ് എപ്പോഴും കുട്ടികൾക്കുണ്ടാവും. അമ്മമാരോടായിരിക്കും അവരുടെ ഫ്രസ്ട്രേഷൻസും ദേഷ്യവും സന്തോഷവും എല്ലാം ഷെയർ ചെയ്യപ്പെടുന്നത് അമ്മമാരിലായിരിക്കും. അതുകൊണ്ടാണ് ഇവർ ഫാക്ടറിലേക്ക് കടന്നു കഴിയുമ്പോൾ അവരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്തും അവർ അമ്മമാരിലേക്കായിരിക്കും ചെല്ലുന്നത്. കാരണം വെച്ചാൽ അവർക്ക് ഇത്തിരി ഈസി വേ എന്ന് പറഞ്ഞ അമ്മയായിരിക്കും. അപ്പൊ അവർക്കൊരു ഉപദ്രവിക്കണമെന്ന് വെച്ചാലും അമ്മമാരായിരിക്കും അവരുടെ കൈക്കിട്ട് പോകും ചെയ്യും. അപ്പോൾ ഒത്തിരി യാതനകൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അമ്മമാർക്കുണ്ടാകും. നമ്മളെ കുട്ടികൾ ഇത്തരത്തിലേക്ക് ഒരു മാനസികാവസ്ഥയിൽ എത്തണമെങ്കിൽ ഇപ്പം സോജന പറഞ്ഞ പോലെ ശരിക്കും നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനാണ്. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളില്ലാത്ത കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാം. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അസ്വാരസ്യം ഉണ്ടായിരിക്കും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിലാണ് നമ്മുടെ കുടുംബമായിട്ട് പോവുക. നമുക്കല്ലേ കുടുംബം ഇമ്പമുള്ളതെന്ന് പറയില്ല, അതുപോലെ ആ കുടുംബം എന്ന അർത്ഥത്തിലേക്ക് ശരിക്കും പോകുന്നെന്ന് ഞങ്ങൾ അതൊന്ന് മേക്കപ്പ് ചെയ്യുമ്പോഴാണ്. അത് മേക്കപ്പ് ചെയ്യാനായിട്ട് അച്ഛനും അമ്മയും ഒരുപോലെ തന്നെ അതിനെ കൈകാര്യം ചെയ്തിരിക്കണം. എന്നാൽ മാത്രം നമ്മൾ ഈ പറയുന്ന
ഈ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ബൈ പ്രോഡക്ട്സ് ആണ് നമ്മുടെ കുട്ടികൾ. ഞാൻ പിടിച്ചിരിക്കുന്ന കേസുകളിലും ഞങ്ങൾ അന്വേഷണം നടത്തുന്ന കേസുകളിലൊക്കെ ഭൂരിഭാഗം പിടിക്കുന്ന കുട്ടികളും എല്ലാം മിക്കവാറും ബ്രോക്കൺ ഫാമിലി എന്നുള്ളവരാണ്. പിന്നെ അച്ഛനില്ലാത്തവർ, അച്ഛൻ ഗൾഫിലുള്ളവർ, പിന്നെ വെരി ബിസി ആയിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾ. പക്ഷെ ഇതൊന്നും നമുക്കൊരു ബിസി ആണെങ്കിൽ നമുക്ക് മാറ്റപ്പെടുത്താനൊന്നും സാധ്യതയില്ല. കാരണം വെച്ചാൽ നമുക്കത് മാറ്റി വെച്ചുകൊണ്ട് ചിലപ്പോൾ സാധിക്കാതെ വരും. പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി 1 മണിക്കൂർ 2 മണിക്കൂർ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പരിഗണിക്കുന്നത്. അത് പല കുടുംബങ്ങളിലും കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അതുകൊണ്ടാണ് ഈ തെറ്റായ വഴികളിലൂടെ ഈ കുട്ടികൾ പോകുന്നത്. ഇപ്പം സോജനം പറഞ്ഞത് ശരിയാണ്. കലാശക്തി സ്കൂൾ ഓഫ് ആർട്സിലുള്ള കുട്ടികൾ വളരെ നല്ല കുട്ടികളാണ്. ശരിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കലയെ സംബന്ധിച്ച്, ഒരു കല പഠിക്കുന്നത് നമ്മളെ സംബന്ധിച്ച്, ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അവൻ്റെ ബൗദ്ധികം മാത്രമല്ല, ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും എല്ലാ തലത്തിലും നമുക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് കല എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്രെയിനിനെ ഉദ്ദീപിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളെ ആക്റ്റീവായിട്ട് നിർത്തി കൊണ്ട് നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതാണ് കല എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ ശരിക്കും ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ ശരിക്കും ഇവിടെ വന്ന് എൻ്റെ മകള് പഠിക്കുന്നുണ്ട് ഇവിടെ, കഥകളി പഠിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു കഥകളി. ഞാൻ കൊച്ചിലെ മുതൽ കഥകളി സ്ഥിരമായിട്ട് വൈക്കത്തമ്പലത്തിലെ അഷ്ടമി സമയത്ത് കാണുന്നൊരു വ്യക്തിയായിരുന്നു. കൊച്ചിലെ മുതൽ വൈക്കങ്ങാക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾക്ക് ഇവിടെ കലകൾക്കൊരു പഞ്ഞമില്ല ശരിക്കും. കാരണം കഥകളി ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും വാദ്യങ്ങളാണെങ്കിലും എല്ലാ തരത്തിലും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് വൈക്കം എന്ന് പറയുന്നത്. എസ്പെഷ്യലി വൈക്കത്തമ്പലമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ആക്റ്റീവായിരിക്കും. ഓരോ ഇറ എടുത്ത് നോക്കിയാൽ ഒരു വർഷത്തിൽ നമുക്കൊരു 3-4 തവണയെങ്കിലും നമുക്ക് വൈക്കത്തമ്പലത്തിലെ പോയി സംഗീത പരിപാടികളോ അല്ലെങ്കിൽ ഇതേപോലെ കലാമത്സരങ്ങളോ കാണാനുള്ള ഒരു സാഹചര്യമുള്ള സ്ഥലമാണ് വൈക്കം ക്ഷേത്രം. അത് വേറെ ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചേർപ്പ്, അഷ്ടമി, അങ്ങനെ ഓരോരോ കാര്യങ്ങളും, തിരുവാതിര, എപ്പോഴും നമ്മുടെ കലാപരമായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് വൈക്കം. അപ്പോൾ അത് ശരിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് പിന്നെ സമയം കിട്ടുന്നതുകൊണ്ട് ഞാൻ മൃദംഗം പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. മൃദംഗം ഞാൻ പഠിച്ചിരുന്നത് മൃദംഗം പകുതിയാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ എൻ്റെ മക്കൾ അതേപോലെ കൊണ്ടുവരണം ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മോളെ ഞാനിവിടെ കൊണ്ടുവന്നത്. സുനിൽ സാറിന് എനിക്ക് പണ്ടുപോലെ അറിയാം. ക്രിക്കറ്റിലുണ്ട് ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ കലാക്ഷേത്രത്തിൽ വന്നപ്പോൾ കുട്ടികൾ വളരെ അച്ചടക്കത്തോടു കൂടി നിൽക്കുന്നതായും അച്ചടക്കത്തിൽ പോകുന്നതും അവരുടെ തിങ്കിങ്ങിലുള്ള ആ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാക്കും. അപ്പോൾ ശരിക്കും വേണമെങ്കിൽ സോമൻ പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് സുനിൽ സാറാണ്. കലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കഥകളിക്ക് വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ് സുനിൽ സാർ. ആ ഒരു വൈബ് മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ടാണ് ഈ കലാശക്തി മുന്നോട്ട് പോകുന്നത്. അത് ആ പോസിറ്റീവ് വൈബാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ശരിക്കും നമ്മുടെ ഒരു ദിവസം നമ്മൾ പറയത്തില്ല കുട്ടികളുടെ, ഞാൻ മനസ്സിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് പറച്ചിലുകളുടെ വ്യക്തം നല്ലൊരാള് നമുക്ക് ഉണ്ട്. എന്നാലും ഞാനൊരു 2 കാര്യങ്ങളൂടെ പറയാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സക്സസ് ആവുക അല്ലെങ്കിൽ സക്സസ് ആവാനുള്ള നമുക്ക് താല്പര്യം, നമ്മുടെ ഇഷ്ടം, ഒരു സക്സസ് ആവണമെങ്കിൽ ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മണിക്കൂറുകളും നമ്മൾ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചിന്തിക്കണം. അത് നമ്മുടെ ഈ ആറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ളൊരു ജോൺസ് ക്ലിയറിന്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിനകത്തൊരു ചെറിയൊരു കഥ അതിൽ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ബ്രിട്ടീഷിലെ സൈക്ലിംഗ് ടീമുണ്ട്. ആ ടീം എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ മോശമായിട്ടുള്ള പെർഫോമൻസിൽ ഇങ്ങനെ തുറന്നു പോയിട്ടുണ്ട്. ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുന്നില്ല, ടൂർ ഡി ഫ്രാൻസിൽ മെഡൽ കിട്ടുന്നില്ല. അങ്ങനെ മെഡൽ കിട്ടാതെ ഇങ്ങനെ അതായത് അവരുടെ ടീം ഉപയോഗിക്കുന്ന സൈക്കിള് പോലും അവര് കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ
അതുപോലും ആ കമ്പനിക്ക് നാണക്കേട് ഉണ്ടാക്കും എന്നുള്ള സാഹചര്യത്തിലേക്ക് ആ ടീം അതപ്പതിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സ്കോഡ് എന്നുള്ള ഒരു ഒരു പരിശീലനം അവരെ എടുക്കുന്നു. ആ പരിശീലനം വന്നതിന് ശേഷം ആദ്യം ഇവരുടെ സൈക്കിളിലെ വെയിറ്റ് കുറച്ച്, പിന്നെ അവരുടെ ട്രെയിനിങ്ങിൻ്റെ അവരുടെ ഇതിന് ആവശ്യമായ ട്രെയിനിങ് സെഷൻ അവർ കണ്ടെത്തി. അതിങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവിടെ ഈവൻ ഒരു കിടക്കുന്ന ഒരു കട്ടിലിന്റെ രീതി പോലും, അതായത് കിടപ്പിന്റെ ബെഡിന്റെ രീതി പോലും മാറ്റിക്കൊണ്ട് അദ്ദേഹം പടിപടിയായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു വരും. 5 വർഷത്തിന് ശേഷം ലോകത്തെ ഏറ്റവും മികച്ച സൈക്ലിംഗ് ടീമായിട്ട് ഇംഗ്ലണ്ട് ടീം മാറുകയാണ്. ടൂർ ഡി ഫ്രാൻസിൽ നിരവധി സമ്മാനങ്ങൾ, ഒളിമ്പിക്സുകളിൽ റെക്കോർഡുകളുടെ പെരുമഴയായിരുന്നു. അങ്ങനെ ആ ടീമിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് 5 വർഷത്തിനുള്ളിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും മോശം പെർഫോമൻസ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ദിവസത്തിൽ 1% നമ്മൾ മാറാൻ വേണ്ടി, നമ്മുടെ പുരോഗമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി 1% നമ്മൾ നീക്കി വെക്കണമെന്നാണ് പറയുന്നത് ഒരു ദിവസത്തിൽ. അങ്ങനെ നമ്മൾ ഒരു ദിവസത്തിൽ 1% നമ്മൾ നീക്കി വെച്ച് കഴിഞ്ഞാൽ 1 വർഷമാകുമ്പം 35 മടങ്ങ് നമ്മൾ ഉയർന്നിരിക്കും, നമ്മൾ പുരോഗതി ഉണ്ടായിരിക്കും എന്നതാണ് ആ ബുക്കിലൂടെ അദ്ദേഹം പറയുന്നതുകൊണ്ടാണ്. അത് ശരി തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന മണിക്കൂറുകൾ എത്രയാണ്? 24 മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഈ 24 മണിക്കൂർ ഏറ്റവും IQ ലെവലുള്ള ആൾക്കാർ, സ്റ്റീവ് ജോബ്സ്, നമ്മുടെ ബിൽഗേറ്റ്സിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഉപജ്ഞാതാവ് ബിൽഗേറ്റ്സ്, ഇവർക്കും ഈ താഴെത്തട്ടിലുള്ള എനിക്കും വരെ 24 മണിക്കൂറിൽ 1 സെക്കൻഡ് പോലും കൂടുതലോ കുറവോ കിട്ടുന്നില്ല. ഇവർക്കൊന്നും തന്നെ ഈ 24 മണിക്കൂർ 1 സെക്കൻഡ് പോലും കൂടുതൽ കിട്ടുന്നില്ല. പക്ഷെ അവരുടെ സക്സസ് എന്ന് പറയുന്നത് ഈ 24 മണിക്കൂറിൽ ആ 24 ഓരോ സെക്കൻഡുകളും അവർ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ള അനുസരിച്ചിട്ടാണ് അവരുടെ സക്സസ് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് സംവിധാനങ്ങളില്ല, അല്ലെങ്കിൽ നമുക്ക് അതില്ല, അതിനുള്ള സംവിധാനം ഇല്ല, എനിക്ക് അവിടെ ഇതില്ല അതില്ല എന്ന് പറയുന്നതിലല്ല കാര്യം. നമുക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡുകൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമുക്ക് നമ്മുടെ സക്സസ്. ഇങ്ങനെ ഉപയോഗിക്കുന്ന മണിക്കൂറുകളുടെ സക്സസ് ആക്കുന്നവരാണ് നമ്മൾ ഈ കാണുന്ന ലോകത്ത് കാണുന്ന എല്ലാ ജനങ്ങളും, സക്സസ് ആയിട്ടുള്ള എല്ലാ ജനങ്ങളും. അപ്പൊ നമ്മൾ പറയുന്നില്ലേ, ഇപ്പം 1 മണിക്കൂറിൽ നമ്മൾ 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാവുള്ളത് നമ്മുടെ മൊബൈലല്ലേ. ഇപ്പൊ ആണെങ്കിലും നമ്മൾ മൊബൈലും ജസ്റ്റ് ഒന്ന് നോക്കും അല്ലേ, ടൈം കിട്ടുമ്പോൾ നമ്മളിത് അതിന് പകരമായിട്ട് ഇത് പറയുന്നത്, നമ്മൾ ഒരു ദിവസത്തെ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മണിക്കൂറുകൾ ആ മൊബൈൽ മറ്റൊരു റൂമിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന മണിക്കൂറുകൾ വളരെ വർക്ക്ഫുൾ ആയിരിക്കും എന്നാണ്. നമുക്ക് ആ മണിക്കൂറുകൾ നമ്മൾ വർക്ക്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ, പിന്നോട്ട് വരുമ്പോൾ, അത് നമ്മൾ മുന്നോട്ട് പോയി പിന്നോട്ട് ചിന്തിക്കുമ്പോഴോ നമുക്ക് അതൊരു നഷ്ടബോധം നമ്മൾ ഫീൽ ചെയ്യത്തില്ല. അതിനാണ് നമ്മൾ 84,600 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു കഴിഞ്ഞോ, നിങ്ങൾ ഇന്ന് രാത്രി കൊണ്ട് തന്നെ അത് മുഴുവൻ എടുത്ത് തീർക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി നടന്നത് വിഡ്രോ ചെയ്തില്ലേ? കാരണം 24 മണിക്കൂർ കഴിയുമ്പോൾ തീരുമല്ലേ. അപ്പൊ നമ്മളത് ഓടി നടന്നതെല്ലാം കൂടെ വിഡ്രോ ചെയ്യാൻ നോക്കും. മാക്സിമം നമ്മൾ വിഡ്രോ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ദിവസത്തെ 24 മണിക്കൂർ എന്നുള്ളത്. 86,400 സെക്കൻഡുകൾ നിങ്ങൾക്കുണ്ട്. ആ സെക്കൻഡുകൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ മാക്സിമം വിനിയോഗിക്കാൻ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് സാധിക്കുമോ അവിടെയാണ് നിങ്ങളുടെ സക്സസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഇത് വളരെ ശ്രദ്ധയോടെ കേട്ടുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഉദ്ഘാടന
ഇവിടെ ആശീർവാദ് സ്കൂളിന്റെ ഡയറക്ടർ ആയിരക്കണക്കിന് കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദിവസം നമ്മളുടെ സ്കൂളിന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അതിലുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. വന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ ഇന്ന് ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ രാജൻ സാറിന് ഒരു കലാശക്തിയുടെ വകയായിട്ടൊരു ഉപഹാരം നൽകുകയാണ്. അത് മിസ് സാറാണ് നൽകുന്നത്. അന്വേഷിക്കുന്നത് നന്ദി പറയുന്നതിനായിട്ട് ഐക്യം കഥകളി ക്ലബിന്റെ സെക്രട്ടറി ശ്രീ രമേശ് ബാബു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്യാമപിള്ള സാറ്, ബഹുമാനപ്പെട്ട കമ്മീഷണർ മഞ്ജു സാർ, ബഹുമാനപ്പെട്ട രാജ് സാറ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ പരിപാടിക്ക് വന്നവരെ എല്ലാവരോടും ആദ്യമേ നന്ദി പറഞ്ഞു കൊടുക്കുന്നു. ഇനി വരാനുള്ളവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഈ മോട്ടിവേഷൻ ക്ലാസ്സിന് പ്രഭാഷണം നടത്താനായിട്ട് രാജൻ സാറിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് എൻ്റെ ഡയറക്ടർ സുനിൽകുമാരോട് പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് എനിക്ക് വളരെ അടുത്തറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ഉയർച്ചയിലും അതേപോലെ തന്നെ ഈ കലാരംഗത്തുള്ള ആ പ്രാഗൽഭ്യത്തിലും വളരെയധികം അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ജീവിത നീക്കങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം ഈ നിലയിൽ അദ്ദേഹം നടത്തുന്ന സ്ഥാപനത്തിൽ വരാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം ഞാൻ സന്തോഷവാനാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത മത്സാറിനെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ അധ്യക്ഷസ്ഥാനം വഹിച്ച സോമൻ ചേട്ടൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് ബലം പിടുത്തമൊക്കെ ഒന്ന് വിട്ടിട്ട് വളരെ ഫ്രീ ആയിട്ടിരിക്കും. ഓക്കെ, നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. കുറെ അധികം വിഷയങ്ങളോട് സോമചാരിയോട് പറഞ്ഞു, അതുപോലെ മൈസൂർക്ക് പറഞ്ഞു. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇതിന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം കൈയടിക്കും എന്ന് പറഞ്ഞിരുന്നു. 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം കൈയടിക്കും? എത്ര പ്രാവശ്യം കൈയടിക്കും എന്ന് പറഞ്ഞാൽ മതി, അടിക്കണ്ട. 1 എന്ന് പറഞ്ഞാൽ, ഞാൻ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പ്രാവശ്യം കൈയടിക്കും? പറ. 1 പ്രാവശ്യം. ഓക്കെ. ഞാൻ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം കൈയടിക്കണം. ഓക്കെ. ഞാൻ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പ്രാവശ്യം കൈയടിക്കും? സംശയം. 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പ്രാവശ്യം കൈയടിക്കും? 3 പ്രാവശ്യം കൈയടിക്കണം. സംഗതി കൈവിട്ട് പോവുകയാണ്. ഞാൻ 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പ്രാവശ്യം കൈയടിക്കും?
കൈയടിക്കണ്ട. അപ്പൊ മൊത്തം പാളി. 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പ്രാവശ്യം കൈയടിക്കണം. 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 പ്രാവശ്യം കൈയടിക്കണം. 3 എന്ന് പറഞ്ഞാൽ കൈയടിക്കണ്ട. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ മുഴുവൻ തെറ്റിപ്പോയി. അതാണ് നമ്മുടെ കണക്കൂട്ടുകളെല്ലാം ശരിയായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. മുൻവിധികളൊന്നും ശരിയായിക്കൊള്ളണമെന്നില്ല. അതാണ് നമ്മൾ ജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ശരി, നമുക്കൊന്ന് നോക്കാം. 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പ്രാവശ്യം കൈയടിക്കണം. 2 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം കൈയടിക്കണം. 3 എന്ന് പറഞ്ഞാൽ കൈയടിക്കണ്ട. ഓക്കെ, 1 എല്ലാവരും അടിച്ചില്ല. 1 3 എന്താണ് തെറ്റിപ്പോയി അല്ലെ? 3 എന്ന് പറഞ്ഞാൽ കൈയടിക്കേണ്ട, നിങ്ങൾ കൈയടിച്ചു. ഓക്കെ, ശരി, നമുക്കൊന്നും കൂടെ നോക്കാം. 1 3 വെരി ഗുഡ്. അപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റാൻ കാരണം? തെറ്റുകൾ സ്വാഭാവികമാണ്, എല്ലാവർക്കും തെറ്റുപറ്റും. ഇവിടെയും നമ്മൾ പറഞ്ഞപ്പോൾ തെറ്റുപറ്റും. എന്തുകൊണ്ടാണ് ആ തെറ്റിയത്? കണക്കൂട്ടിൽ തെറ്റി അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ തെറ്റിയെന്നുള്ളതാണ്. ശ്രദ്ധ പളിക്കും. അപ്പൊ ഏതൊരു കാര്യത്തിലും ഒരു ജീവിത വിജയമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും എത്ര നിസ്സാരമായ കാര്യമായാലും ശരി, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമാണ്. നമ്മൾ ഏർപ്പെടുന്ന കലയാകട്ടെ, ജോലിയാകട്ടെ, ഏതൊരു പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, നമ്മൾ ആദ്യം കാത്തു സൂക്ഷിക്കേണ്ടത്, അതിൽ വിജയം കൈവരിക്കണമെങ്കിൽ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ എങ്ങനെ നമുക്ക് ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാന്നുള്ളതാണ്. നിങ്ങൾ ഇരിക്കണ ഇരിപ്പിൽ ആരും അനങ്ങണ്ട. നിങ്ങളുടെ കാലുകൾ എങ്ങനെയാണ് വച്ചിരിക്കുന്നത് നോക്കുക. പലരും കസേരയിലിരുന്ന് കാലുകൾ ഇങ്ങനെ പരസ്പരം ഒന്ന് പിണച്ചാണ് വെച്ചിട്ടുള്ളത്. കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ്. ഞാനും അങ്ങനെ വയ്ക്കാറുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ കാര്യഗൗരവമായിട്ട് ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പതിയണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എങ്കിൽ, ഗൗരവതരമാണെങ്കിൽ, നമ്മൾ കസേരയിൽ നിവർന്നിരുന്ന് കാൽപാദങ്ങൾ രണ്ടും തറയിൽ 2 കാൽപാദങ്ങളും ചവിട്ടി വേണം ഇരിക്കുക. അപ്പോൾ പഠിക്കുന്ന കുട്ടികള്, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാര്, അല്ലെങ്കിൽ വീട്ടില് ഏതെങ്കിലും കണക്ക് ഗൗരവതരമായ ഏത് പ്രവൃത്തി ഏൽപ്പിക്കട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധയോടുകൂടി ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ നിവർന്നിരിക്കുക. നടുവ് വളയാതെ നിവർന്നിരിക്കുക. കാൽപാദങ്ങൾ രണ്ടും തറയിൽ 2 കാല് ചവിട്ടി ഇരിക്കുക കസേര. അതല്ല എങ്കിൽ ചിലപ്പോൾ മേശയുടെ ഒരു ബാറ് കാണും, ആ ബാറിൽ കാല് വയ്ക്കാൻ കുഴപ്പമില്ല. അങ്ങനെ കാലുകൾ രണ്ടും തറയിൽ പതിച്ച് ഇരുന്ന് നമ്മൾ ഒരു കാര്യം കേൾക്കുകയോ ചെയ്യുകയോ ചെയ്താൽ ശ്രദ്ധ വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ ശ്രദ്ധ നിലനിർത്താൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലുകള് എന്താണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറിന്റെ 2 ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലേ സാർ? അങ്ങനെയല്ലേ? അതെ, പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്നത്. അപ്പൊ അറിവുകൾ നമ്മളിലേക്ക് വരുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. ഈ അറിവുകൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഴുവൻ നമ്മുടെ തലച്ചോറിന്റെ ഇടത് ഭാഗത്താണ് അത് സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനം കൂടുതൽ നടക്കുന്നത്. എന്നാൽ ക്രിയാത്മകമായിട്ട് ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ തലച്ചോറിന്റെ വലത് ഭാഗത്താണ്. അപ്പോ ഇപ്പൊ നമുക്കൊക്കെ വലത് കൈക്കാണ് സ്വാധീനം, അപൂർവം ചിലർക്ക് ഇടത് കൈക്ക് സ്വാധീനമുണ്ട്. അപ്പൊ വലത് കൈയിൽ സ്വാധീനമുള്ള ഒരാളുടെ തലച്ചോറിന്റെ പ്രവർത്തനം കൂടുതൽ നടക്കുന്നത് ഇടത് ഭാഗത്തായിരിക്കും, അതിനെ നിയന്ത്രിക്കുന്നത്. ഇടത് കൈക്ക് സ്വാധീനമുള്ള ഒരാൾക്കാണെങ്കിൽ അതിന്റെ വലത് ഭാഗത്തെ തലച്ചോറായിരിക്കും അത് കൂടുതൽ പ്രവർത്തിക്കും. അപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കാലുകൾ ക്രോസ് ചെയ്യാതെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധ കൂടുതലായിട്ട് നമുക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. നമുക്കറിയാം, ഈ കുതിര, ചില വണ്ടിയിലൊക്കെ ഒരു കുതിരയൊക്കെ വെച്ച് ഇങ്ങനെ കൂട്ടി പോകാറുണ്ട്. ഈ കുതിരയുടെ 2 കണ്ണുകളും ഒരു ചിരട്ട കൊണ്ട്
ഇങ്ങനെ മൂടിയിരിക്കും. അങ്ങനെ കുതിര ഓടിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ചിരട്ട വെച്ചിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ്? കാര്യം കുതിര പോകുമ്പോൾ സൈഡിലുള്ള കാഴ്ചകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡിലുള്ള കാഴ്ചകളിലേക്ക് കുതിരയുടെ ശ്രദ്ധ തിരിയുകയാണെങ്കിൽ അത് വേഗതയെ ബാധിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ജോലിയിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ശരി, നമ്മുടെ കണ്ണുകൾ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ശ്രദ്ധ അവിടെ തന്നെ നിലനിർത്തുക, കാണേണ്ടത് കാണുക, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ മാനസികാരോഗ്യമായിട്ട് ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ? നമുക്കറിയാം ആരോഗ്യം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ മാനസികവും ശാരീരികവും സാമൂഹികവും ആത്മീയവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം. എന്നാൽ മാനസികാരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹവുമായിട്ട് നമുക്ക് സുഗമമായിട്ട് സന്തോഷപ്രദമായിട്ട് ഇടപെടാൻ കഴിയുന്നുണ്ടോ, നമ്മുടെ സർഗവാസനകൾ നിലനിർത്താൻ കഴിയുന്നുണ്ടോ എങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ മാനസികാരോഗ്യം നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ മാനസിക ആരോഗ്യം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത്. നേരത്തെ ഇവിടെ പറഞ്ഞു, വൈക്കത്ത് ഉണ്ടായ ആത്മഹത്യാ കണക്കുകളൊക്കെ പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ നിസാര കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് ഇന്ന് മനുഷ്യനാരും തയ്യാറല്ല എന്നുള്ളതാണ് വേറെ കാര്യം. ആത്മാഭിമാനം വച്ചു പുലർത്തുന്നവരാണ്. അവിടെ മനോബലം തകരുമ്പോഴാണ് നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറല്ല. ഞാൻ പിടിച്ചിടം നേടണം എന്നുള്ള ഒരു രീതിയാണ്. ഒരു പിതാവിന്, അദ്ദേഹത്തിന് 3 ആൺമക്കളാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സ്വത്തുക്കള് 3 മക്കൾക്ക് വേണ്ടിയിട്ട് വിൽപത്രം തയ്യാറാക്കി വെച്ചു. സ്വത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് 17 കുതിരകളാണുള്ളത്. 17 കുതിര. അദ്ദേഹം അതിനകത്ത് വിൽപത്രത്തിൽ എഴുതി വെച്ചെങ്ങനെയാണ്, മൂത്ത മകന് എൻ്റെ 17 സ്വത്ത് എന്ന് പറഞ്ഞാൽ 17 കുതിരകൾ, അദ്ദേഹം വേറെ ഒന്നുമില്ല. അതിന്റെ നേർപകുതി മൂത്ത മകന് കൊടുക്കണം. രണ്ടാമത്തെ മകന് 1/3 കൊടുക്കണം. മൂന്നാമന് 9/1 കൊടുക്കണം. 17 കുതിരയാണുള്ളത്. ആദ്യത്തെ മകൻ എത്ര കൊടുക്കേണ്ടത്? പകുതി കൊടുക്കണം. 17 കുതിര വിഭജിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ മകന് 1/3 കൊടുക്കണം. മൂന്നാമത്തെ മകന് 9/1, 9 ഭാഗിച്ച് അതിലൊരു ഭാഗം കൊടുക്കണം. പിതാവ് മരിച്ചു. ഇവർ തമ്മിൽ പ്രശ്നമായി, വഴക്കായി. ഒരു തരത്തിലും ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലെന്നുള്ളതാണ് സത്യം. അപ്പൊ ആ സമയത്ത് അതുവഴി ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ഇതാണ് പ്രശ്നം. ഈ 17 കുതിരകളെ വീതം വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു കുതിരപ്പുറത്താണ് വന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാല്, ഈ 17 കുതിരയോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു കുതിരയും കൂടെ നിർത്തി. 18 കുതിരയായി. ആർക്കും ഒരു തർക്കമില്ല, എല്ലാവർക്കും സന്തോഷമായി. ഒരു കുതിര കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വീതം വെച്ചു. 18 കുതിരയിലെ മൂത്ത മകന്റെ നേർപകുതി എത്ര കുതിര കൊടുത്തു? 9 കുതിര കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ മകന് 1/3 കൊടുക്കേണ്ടത്. 18ന്റെ 3 പറഞ്ഞാൽ 6 അല്ലെ? 6 3 18. രണ്ടാമത്തേന് 6 കുതിര കൊടുത്തു വിട്ടു. മൂന്നാമത്തേന് 9/1 കൊടുക്കേണ്ടത്. 18 കുതിര 9 വായിക്കുമ്പോ 2 കുതിര. മൂന്നാമത്തവന് 2 കുതിരയും കൊടുത്ത്. ഒരു കുതിര മിച്ചം വന്നാൽ അയാൾ കൊണ്ടുവന്ന പോലെ അയാൾ കൊണ്ടുപോവുകയും ചെയ്തു. പ്രശ്നം തീർന്നില്ല. അപ്പൊ ആരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ആ പിടിച്ചിടം നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്. അപ്പൊ നമ്മൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഞാൻ കഥ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സ് സ്വാന്തനപ്പെടുത്തി അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ട് നമ്മൾ ചിന്തിക്കുക, ഇതിനൊരു പരിഹാരം വേണം, എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ പതറിപ്പോവുകയല്ല വേണ്ടത്, പരാജയം ഉണ്ടാകുമ്പോൾ പതറിപ്പോവുകയല്ല വേണ്ടത്. ശാന്തമായിട്ടിരുന്ന് നമ്മൾ ചിന്തിക്കുക, എങ്ങനെ ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് അതിന് മറുപടി കിട്ടും. ഇനി
നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് നമുക്ക് അഭിപ്രായം സഹായങ്ങൾ നമുക്ക് അഭ്യർത്ഥിക്കാം. ഒരു ഇതില്ല. അപ്പൊ പ്രതിസന്ധി വരുമ്പോൾ, നമ്മൾ പരാജയം വരുമ്പോൾ നമ്മൾ തോറ്റുപിടിക്കല്ല വേണ്ടത്, സമാധാനമായിട്ട് ചിന്തിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഈ ഒരു വിട്ടുവീഴ്ച തയ്യാറല്ല എങ്കിൽ നമ്മുടെ ജീവിതം ഈ പറഞ്ഞ പോലെ തന്നെ കല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജീവിതം എന്ന് പറഞ്ഞ ഒരു കലയാണ് അല്ലെ, അതൊക്കെ കൈകാര്യം ചെയ്യുന്നില്ലാണ്. അപ്പൊ അതേപോലെ മനസ്സ് നമ്മൾ കൊണ്ടുപോകും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാല് ഈ മനസ്സിന് അപാരമായ കഴിവുകളാണുള്ളത്. അത് ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒരേപോലെ ആണെങ്കിൽ നമ്മൾക്ക് ജീവിത വിജയം നേടാൻ കഴിയും. അത് ഏത് രംഗത്തായാലും ശരി, നമ്മൾ ചിന്തിക്കുന്നതും അതുപോലെ പറയുന്ന വാക്കുകളും പ്രവൃത്തിയും ഒരേപോലെയാണെങ്കിൽ ഒരു ആത്മഹത്യയുടെ കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ കഴിവുകളും പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ നേടാനാവാത്തതൊന്നുമില്ല. മനസ്സിന്റെ കഴിവെന്ന് പറഞ്ഞാൽ അപാരമായ കഴിവാണ്. നമുക്കറിയാം, പലരും കേട്ടുള്ള കാര്യങ്ങളാണ്. ഈ മനസ്സിന് 2 ഭാഗങ്ങളുണ്ട് അല്ലെ, ബോധമനസ്സും ഉപബോധ മനസ്സും എന്ന 2 ഭാഗങ്ങളാണുള്ളത്. ഇതിനകത്ത് ബോധമനസ്സ് നമ്മൾ കാണുകയും ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന കാര്യങ്ങൾ മുഴുവനും ബോധമനസ്സിലേക്കാണ് ആദ്യം എത്തിച്ചേരുക. അതിനുശേഷം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഏതാണോ, അല്ലെങ്കിൽ ബോധമനസ്സിൽ നമ്മൾ എന്താണോ കാണുന്നത് അത് നേരെ കോപ്പി ചെയ്യും ഉപബോധ മനസ്സ്. നമ്മൾ അപ്പൊ ഉപബോധ മനസ്സിന് തെറ്റും ശരിയും തിരിച്ചറിഞ്ഞുകൂടാ. നമ്മൾ തെറ്റ് ചിന്തിച്ചാൽ ആ തെറ്റ് പകർത്തും. കമ്പ്യൂട്ടർ പോലെയാണ്. നല്ലത് ചിന്തിച്ചാൽ നല്ലത് പകർത്തും. എന്നിട്ട് അത് തിരിച്ച് നമുക്ക് പ്രാവർത്തികമാക്കി തരും. അതാണ് ഉപബോധ മനസ്സിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസത്തിൽ ഇന്ന ഉയർന്ന മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് നന്നായിരിക്കണം, കലാരംഗത്ത് എനിക്ക് ഏറ്റവും മികവ് പുലർത്താൻ കഴിയണം, അടുത്ത പെർഫോമൻസ് എൻ്റെ ഏറ്റവും നന്നായിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ, ഉപബോധ മനസ്സിൽ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. എങ്ങനെയാ കാണുന്നത്? ഉപബോധ മനസ്സ് ഏറ്റവും ക്രിയാത്മകമായിട്ടിരിക്കുന്ന സമയം രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയവും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുമാണ്. ആ സമയത്ത് ഉപബോധ മനസ്സിലേക്ക് നമ്മൾ എന്ത് കൊടുത്താലും അത് നമുക്ക് അതേപോലെ തിരിച്ചു തരും, പ്രാവർത്തികമാക്കി തരും ജീവിതത്തിൽ. ഒരു സംശയമില്ല. അതിന് തെളിവ് ഞാൻ കാണിച്ചു തരാം നമുക്ക്. അപ്പോ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യണം. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് രംഗത്താണോ നമുക്ക് മികവ് പുലർത്തേണ്ടത്, ജീവിതത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും കലാരംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിൽ പോലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്വപ്നം കാണുക എന്നുള്ളതാണ്. എന്ന് ഉപബോധ മനസ്സിൽ കാണുക. അത് അതേപോലെ ആര് പകർത്തും? ഉപബോധ മനസ്സിലേക്ക് പോകും. അപ്പൊ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ ക്രിയാത്മകമായിരിക്കുന്നത് രാവിലെയും വൈകിട്ടുമാണ്. അപ്പൊ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ദിവസം നമുക്ക് നേടേണ്ട കാര്യങ്ങൾ ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഉപബോധ മനസ്സിലേക്ക് പോകും. ആ ഉപബോധ മനസ്സ് അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും നമ്മൾ അതേപോലെ കാണുക. ഇങ്ങനെ നമ്മൾ നിരന്തരം കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ അത് അതേപോലെ ഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ മനസ്സിന്റെ കഴിവുകൾ നമ്മൾ കണ്ടെത്തുക. നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചുള്ള കിട്ടും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. വീട് വയ്ക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് എന്ന് സങ്കല്പിക്കാം. നല്ലൊരു വീട് വയ്ക്കണം. ഒരു വീട് വയ്ക്കാൻ മനസ്സിൽ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ റോഡ് സൈഡിലുള്ള വീടുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. അല്ലേ സാർ? അങ്ങനെയാണ് നമ്മൾ കാണും. അങ്ങനെ യാത്രയിൽ നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള വീടുകൾ അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് കാണും. കാര്യം നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്ത് എനിക്കൊരു വീട് വയ്ക്കാൻ പ്ലാനുണ്ട്. അപ്പൊ പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഈ മനസ്സിന് ഉപബോധ മനസ്സിലേക്ക് ചിന്തയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മനോഹരമായ വീടുകൾ ധാരാളമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരും, കടന്നു വരും, കാണാൻ കഴിയും. അത് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു പ്രവർത്തനമാണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആത്മാർത്ഥമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ
ഒരു ഊർജമായിട്ട് പ്രപഞ്ചത്തിലേക്ക് വരും. ആ പ്രപഞ്ചത്തിൽ നിന്നും ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കപ്പെടും. അതാണ് അതിന്റെ സത്യം. ഇനി ഒരു കാർ മേടിക്കാൻ നമ്മൾ തീരുമാനിച്ചു, ഒരു പ്രത്യേക ഇന്ന കമ്പനിയുടെ കാർ മേടിക്കാൻ, ഇന്ന ബ്രാൻഡ് കമ്പനി കാർ മേടിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാറുകളായിരിക്കും ചിലപ്പോൾ റോഡിലൂടെ കൂടുതൽ ഇങ്ങനെ കടന്നു പോകുന്ന നമുക്ക് കാണാൻ കഴിയും. അത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ നമ്മൾ നാളെ രാവിലെ എഴുന്നേക്കണം, ഒരു യാത്രയുള്ളതാണ്, അല്ലെങ്കിൽ കല്യാണത്തിന് പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഗുരുവായൂർ പോകേണ്ടത്, എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഒരു 4:30 എഴുന്നേക്കണം, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കണം. നമ്മൾ അലാം സെറ്റ് ചെയ്ത് കിടന്നുറങ്ങി, 5 മണിക്ക് അലാം സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ 6 മണിക്കായിരിക്കും എഴുന്നേക്കുന്നത്. 5 മണിക്ക് അലാം സെറ്റ് ചെയ്ത് കിടന്നുറങ്ങി. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു മനസ്സിലൊരു ചിന്തയുണ്ട്, രാവിലെ 5 മണിക്ക് എഴുന്നേക്കേണ്ടതാണെന്നുള്ളത്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ആര് പിടിച്ചെടുത്തു? ഉപബോധ മനസ്സ് ഏറ്റവും ക്രിയാത്മകമായ സമയമാണ് ഉപബോധ മനസ്സത് പാർത്തി. നിങ്ങൾ നോക്കിയോ, രാവിലെ അലാം അടിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഉണരും. മിക്കവാറും നമ്മൾ ഉണർന്നു കഴിഞ്ഞായിരിക്കും അലാം നമ്മൾ ഓഫ് ചെയ്ത് വരിക. അതാണ് മനസ്സിന്റെ ഗുണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരാളെ ഫോൺ ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഫോൺ ചെയ്യണം. നമ്മൾ അയാളെ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ കയ്യിലെടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വിളി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഈ മനസ്സിന്റെ ശക്തിയാണ്. അപ്പം ആ മനസ്സിനെ നമ്മൾ മനസ്സിനെ നമ്മൾ അറിഞ്ഞ് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത് തീർച്ചയായിട്ടും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇനി മനസ്സിന്റെ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, മനസ്സിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമുക്ക് പോകാൻ കഴിയുക. പിന്നെ എന്ന് പറഞ്ഞാൽ അദമ്യമായ ആഗ്രഹം വേണം. ഒരിക്കലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒരിക്കലും സോക്രട്ടീസ് ഇങ്ങനെ ഒരു കടൽ തീരത്തൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. സോക്രട്ടീസിനെ കണ്ടപ്പോൾ ഒരു പയ്യന് തോന്നി അദ്ദേഹത്തുമായിട്ടൊന്ന് പരിചയപ്പെടണം, അദ്ദേഹത്തെ പരിചയിക്കണം. ഈ പയ്യനെ ഓടിച്ചെന്ന് സോക്രട്ടീസ് ചോദിച്ചു, ജീവിത വിജയം നേടാൻ എന്താണ് ചെയ്യേണ്ടത്? ചിന്തകനാണല്ലോ സോക്രട്ടീസ്. ജീവിത വിജയം നേടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സോക്രട്ടീസ് ഈ പയ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അവന്റെ തോളിൽ കൈയിട്ട് അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ നടത്തിക്കൊണ്ടുപോയി. ഇദ്ദേഹം നടന്ന് നേരെ കടലിലേക്കാണ്. മുട്ടോളം വെള്ളത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ഉടനെ സോക്രട്ടീസ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പയ്യനെ ബലമായിട്ട് ഈ കടൽ വെള്ളത്തിലേക്ക് മുക്കിപ്പിടിച്ചു. ഈ പയ്യൻ ശ്വാസം കിട്ടാതെ കിടന്ന് ബഹളം വെച്ചു, കുതറി. പക്ഷെ ബലമായിട്ട് അദ്ദേഹം പിടിച്ച് ഈ കടൽ വെള്ളത്തിന്റെ മുക്കിപ്പിടിച്ചു. ഒരു നിമിഷ നേരം മുക്കിപ്പിടിച്ചു. അതിനുശേഷം കുതറി ഈ പയ്യൻ ശ്വാസം മുട്ടിയോടുകൂടി വന്നിട്ട് ചോദിച്ചു, അങ്ങ് എന്താണ് കാണിച്ചതെന്ന് ചോദിച്ചു. സോക്രട്ടീസ് പറഞ്ഞാണ്, നീ ഇതിൽ നിന്നും നിനക്ക് ശ്വാസം മുട്ടിയപ്പോൾ നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ എത്രമാത്രം ശ്രമിച്ചോ അത്രമാത്രം ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ജീവിത വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പയ്യൻ പിന്നെ സോക്രട്ടീസിന്റെ അടുത്ത് പോയിട്ടില്ല. അപ്പോ പറയാൻ കരുത് പറഞ്ഞാല് അദമ്യമായ പ്രയത്നം നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ കൈവയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ളത് ഒരു സംശയവും. ഒരു കഥ കൂടെ, ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് കഥ മാത്രമുള്ള ക്ലാസ്സാണെന്ന് വിചാരിക്കും. ഒരു കാര്യം കൂടെ പറയുകയാണ്. നമുക്ക് അരുണിമ സിൻഹ നിങ്ങൾ കേട്ട് കാണും അല്ലെ? അരുണിമ സിൻഹ ഒരു വോളിബോൾ പ്ലെയർ ആകണമെന്ന് ആഗ്രഹിച്ച ഒരു വനിതയായിരുന്നു. ഈ അരുണിമ സിൻഹ കേരളത്തിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവര് ഡൽഹിയിലേക്ക് ട്രെയിൻ യാത്ര ചെയ്യാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് പറയുന്നത്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ട്രെയിൻ കൊള്ളക്കാർ ഈ ട്രെയിനിൽ കയറി ഇവരുടെ മാല പിടിച്ചു പറിച്ചു. പക്ഷെ താലിമാല ആയതുകൊണ്ട് ഈ അരുണിമ സിൻഹ ഒന്ന് ബലം പ്രയോഗിച്ചു, താലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ കൊള്ളക്കാര് ഈ അരുണിമ സിൻഹ എടുത്ത് ട്രെയിനിന് വെളിയിലേക്ക് എടുത്തിട്ട്, ഇത് നടന്ന കാര്യമാണ്. വലത് കാല് മുറിഞ്ഞുപോയി അരുണിമ സിൻഹയുടെ. 3 മാസം അവര് ഹോസ്പിറ്റലിൽ കിടന്നു. തന്റെ സ്വപ്നങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. വലത് കാലാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് അവർ ടി വിയിൽ ഒരു വാർത്ത കണ്ട്, യുവരാജ് സിംഗ് അന്ന് അദ്ദേഹം ക്രിക്കറ്റ് പ്ലെയർ ആണല്ലോ, അദ്ദേഹം ക്യാൻസർ പിടിപെട്ട് ഇരിക്കുന്ന സമയമാണ് യുവരാജ്. അപ്പോ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പിന്നെ മരണം ഉറപ്പെന്നുള്ള ഒരു കണക്കൂട്ടലാണ്. പക്ഷെ
ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും യുവരാജ് സിംഗ് ക്രിക്കറ്റ് കളിച്ച് സെഞ്ചുറി അടിച്ച്. അതാണ് ഹോസ്പിറ്റലിലെ TV-യിൽ അരുണിമ സിൻഹ കാണുന്നത്. അപ്പോൾ ഒരു വലതുകാലം നഷ്ടപ്പെട്ട് എൻ്റെ ജീവിതം തന്നെ വഴി മുട്ടിപ്പോയി എന്ന് സങ്കല്പിച്ചിരുന്ന അരുണിമ സിൻഹയ്ക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച ക്യാൻസർ രോഗിയായ യുവരാജ് സെഞ്ചുറി അടിച്ചു. അപ്പൊ അത്രയും ആത്മധൈര്യത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് സെഞ്ചുറി അടിക്കാൻ കഴിഞ്ഞതെന്ന് ആ ആശുപത്രി കിടക്കൽ വെച്ചൊരു മനസ്സിലാക്കി. അപ്പോൾ ഇവർക്ക് തോന്നി മനസ്സിൽ എനിക്കും രക്ഷപ്പെടണം, എനിക്കെന്തുകൊണ്ട് എൻ്റെ ആഗ്രഹം സാധിച്ചുകൂടാ. ആ ഒരു ഒറ്റ ചിന്തയാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നതിനേക്കാളും 1 മാസം മുൻപ് ഇവർ സുഖപ്രാപ്തി വന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ആ അരുണിമ സിൻഹയാണ് മാസങ്ങൾക്ക് ശേഷം എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ലോകത്തിൽ ശ്രദ്ധ പിടിച്ചു വെച്ച്. അപ്പോൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായ നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തും വെട്ടിപ്പിടിക്കാൻ ഒരു സംശയമില്ല. പക്ഷെ ഇന്നത്തെ തലമുറയുടെ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലുള്ള കാലഘട്ടമല്ല, ആൽഫ യുഗത്തിലാണ് അവർ ജീവിക്കുന്നത്. ഉറക്കം ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. മാനസികാരോഗ്യം ഏറ്റവും കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ പോഷക സമൃദ്ധമായ ആഹാരം ആവശ്യമാണ്, ആരോഗ്യം സംരക്ഷിക്കണം, എക്സസൈസ് ചെയ്യണം, അതേപോലെ തന്നെ ഉറക്കം. ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ നമുക്ക് മാനസികാരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറക്കമാണ്. ഉറക്ക സമയത്താണ് നമ്മുടെ ബോഡി ബിൽഡിംഗ് നടക്കുന്നതും നശിച്ചുപോയ സ്മൃതി കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഈ ഉറക്കമാണ്. പക്ഷെ ഉറക്കം ഇന്നത്തെ തലമുറയ്ക്ക് വളരെയധികം കുറവാണ്. കാര്യം ഈ കാലഘട്ടത്തിലെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നത്. ഉറങ്ങുന്നത് നമുക്കറിയാം, ഓരോ പ്രായത്തിനനുസരിച്ച് കൊച്ചുകുട്ടികൾ 15 മണിക്കൂർ ഉറങ്ങും, കൗമാരപ്രായക്കാർ 9 മണിക്കൂർ വരെ ഉറങ്ങും, സാധാരണക്കാർ ഒരു 7-8 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതാണ്. പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഉറക്കം ഇങ്ങനെ മുറിഞ്ഞു പോകും. അങ്ങനെയാണ് എൻ്റെ രീതി. പക്ഷെ ഉറങ്ങുന്നത് എപ്പോഴായിരിക്കണം, ഏത് സമയത്ത് ഉറങ്ങിയാലും നിങ്ങൾ ഉറങ്ങേണ്ടത്, നമ്മൾ ഉറങ്ങേണ്ടത് ഇരുട്ടത്തായിരിക്കണം. ഇരുട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുള്ളൂ നമ്മുടെ ശരീരത്തിൽ. അത് ഉറക്കത്തെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അത് മാത്രമല്ല, നമ്മുടെ മാനസിക നില ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഈ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ അത്യാവശ്യമാണ്. അത് ഉറക്കത്തിലേ കിട്ടുകയുള്ളൂ. പകൽ സമയത്ത് അത് ഉത്പാദിപ്പിക്കപ്പെടില്ല, വെളിച്ചത്ത് ഉത്പാദിപ്പിക്കപ്പെടില്ല, വളരെ വളരെ കുറഞ്ഞ ലെവലിലേ അത് ഉത്പാദിപ്പിക്കപ്പെടുള്ളൂ. അപ്പോൾ ഇരുട്ടുള്ള സമയത്ത് ഇരുട്ടത്ത് വേണം നമ്മൾ കിടന്നുറങ്ങുക. അപ്പോൾ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉത്പാദനം നടക്കും. അത് നമ്മുടെ സ്മൃതി കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കും, നല്ല ബൗദ്ധിക ശേഷി ഉണ്ടാകും, തിരിച്ചറിവുണ്ടാകും, കാര്യപ്രാപ്തി ഉണ്ടാകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോർമോണാണ് മെലറ്റോണിൻ. അത് രാത്രി. അപ്പൊ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വളരെ വൈകിയേ ഉറങ്ങുള്ളൂ. അത് മാത്രമല്ല, ഉറങ്ങുന്നതിന് ആ സമയത്ത് മാത്രമേ അവര് ആ സ്ക്രീനിന്റെ മുന്നിലായിരിക്കും, മൊബൈലായാലും അല്ലെങ്കിൽ TV ആയാലും കമ്പ്യൂട്ടർ ആയാലും ശരി. അപ്പൊ അതിന് തൊട്ട് മുമ്പ് വരെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് മരിക്കുന്നത് വരെ വളരാത്ത ഒരു അവയവം ഉണ്ടെങ്കിൽ അത് കണ്ണിന്റെ കൃഷ്ണമണിയാണ്. ഒരു കുഞ്ഞ് ജനിച്ച് ആ കൃഷ്ണമണിയുടെ അളവ് എത്രമാത്രമാണോ, നമ്മൾ എത്ര പ്രായം കൊണ്ടും മരിച്ചു കഴിഞ്ഞാലും ആ കൃഷ്ണമണിക്ക് വളർച്ചയില്ല, അത് ആ വലിപ്പം തന്നെയാണ്. ഈ നീല സ്ക്രീനാണ് നമ്മൾ ഈ മൊബൈൽ വഴി കാണുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഏതായാലും ശരി. ഈ നീല ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ കൃഷ്ണമണി വികസിക്കും. ആ വികസിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തിന് ചില തകരാറുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ സ്ക്രീനിന്റെ ഉപയോഗം മാറ്റുക. അപ്പോൾ പഴയ രീതിയിലേക്ക് വരാൻ പറ്റും. പക്ഷെ ഇന്ന് അതല്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും നമ്മൾ മൊബൈല് നമുക്കറിയാം, പല കുട്ടികളെ പോലും ആഹാരം കഴിപ്പിക്കുന്ന മൊബൈൽ കാണിച്ചുകൊണ്ടാണ്. നമ്മൾ തന്നെ ഒരുപക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ആദ്യം നമ്മൾ ചെയ്യുന്നത് TV ഓണാക്കിയിട്ടായിരിക്കും നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് വന്നിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയല്ല, ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ TV പരിപാടികൾ നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ
ഉള്ള കുഴപ്പമെന്ന് പറയാൻ ആശയക്കുഴപ്പമുണ്ടാകും നമ്മുടെ തലച്ചോറിന്. നമ്മൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ മെസ്സേജ് പോകും, ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഈ വ്യക്തി. അപ്പോൾ ഭക്ഷണം ദഹിപ്പിക്കാനും അതിനകത്തുള്ള പോഷക മൂല്യങ്ങൾ ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ ആവശ്യമായ ചില പരിപാടികളൊക്കെ അറേഞ്ച്മെന്റ് ഒക്കെ അവിടെ നടത്തിയിരുന്നു. അപ്പൊ തുടങ്ങും. അങ്ങനെ ആ പ്രവർത്തനമായിട്ട് തലച്ചോറും മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ടി വിയിലേക്ക് തിരിഞ്ഞിട്ട് ആ പരിപാടിയിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ പരിപാടി ആസ്വദിക്കുക ആണോ ഭക്ഷണം കഴിക്കുകയാണോ എന്നൊരു ആശങ്ക തലച്ചോറിനുണ്ടാകും. അപ്പൊ തലച്ചോറിന്റെ പ്രവർത്തനം തന്നെ താളം തെറ്റും. ആ താളം തെറ്റല് നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ മാറ്റിയാണത്. ഇത് പറയാൻ കേട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറയുടെ പ്രശ്നങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മുടെ മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന പല പല വിഷയങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം പ്രതിസന്ധി ഉണ്ടാകും, പേടി ഉണ്ടാകും. പേടി മാറ്റാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അതിനെ നേരിടുക എന്നുള്ളതാണ്. നേരിടുക, അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിലേക്ക് രാത്രി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്താണ് വഴിയിൽ എന്തോ വളഞ്ഞു കിടക്കുന്നു കണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്താ കരുതുക, അതൊരു പാമ്പായിരിക്കും. നമ്മൾ ഒരിക്കലും പിന്നീട് അതുവഴി പോയില്ല, അത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ വീട്ടിലേക്ക് പോയ പിന്നെ സമയം ചിലപ്പോൾ 10 മണിയായിരിക്കും, അല്ലെങ്കിൽ 9 മണിയായിരിക്കും. അപ്പോൾ വീട്ടിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്താ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വേറെ വഴിയുണ്ടെങ്കിൽ ആ വഴി നമ്മൾ പോവുകയാണ്. പക്ഷെ പേടി എപ്പോഴും കിടക്കുകയാണ്. പക്ഷെ അത് നമ്മൾ ഇപ്പോഴാകുമ്പോൾ ടോർച്ചിന്റെ ആവശ്യമൊന്നുമില്ല, മൊബൈലിന്റെ വെളിച്ചത്തിൽ തന്നെ നോക്കുക അതെന്താണ്. അപ്പോഴാണ് മനസ്സിലായത് അത് പാമ്പല്ല, ഒരു കയറിന്റെ കഷ്ണമായിരുന്നു. അപ്പോൾ പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ നേരിടുക. ആ പേടിയെ നേരിട്ട് വേണം മാറ്റുവാൻ. അതുപോലെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒളിച്ചോടുകയല്ല വേണ്ടത്, നമ്മളെ കൊണ്ട് നമ്മൾ സൗമ്യമായിട്ട് ചിന്തിച്ച് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ്. പ്രതിസന്ധി ഉള്ളവർക്കും പരാജയങ്ങളുള്ളവർക്കും മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പരാജയവും നമ്മൾ ചവിട്ടുപിടിയായിട്ട് കാണണമെന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ പരാജയവും നമ്മുടെ വേറൊരു പുതിയ മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. പല പരാജയങ്ങളും ചിലപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെയൊക്കെയുള്ളൊരു മാർഗമാണ് തുറന്നു കൂട്ടുന്നത്. അപ്പോൾ പരാജയങ്ങളെ നമ്മൾ പരാജയമായിട്ട് കാണാതെ നമ്മൾ ആ വിധത്തിൽ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഒരു പ്രഹേളിയാണെന്ന് പറയാം. മാനസികാരോഗ്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് പറയാൻ ആരും തയ്യാറല്ലെന്നുള്ളതാണ്. കാര്യം അത്രമാത്രം പ്രവർത്തനങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ മനസ്സ് എങ്ങനെ കൊണ്ടുപോകുക എന്ന് ഉള്ളതാണ്. പിന്നെ നമുക്കറിയാം ഈ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഓർമ്മകളാണെന്ന് പറഞ്ഞു, സ്മൃതി കോശങ്ങളാണെന്ന് പറഞ്ഞു. ഈ ഓർമ്മകളെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ പഠിക്കുന്നവരായാലും ശരി, ജോലി ചെയ്യുന്നവരും ശരി, ഓർമ്മകളെ അല്ലെങ്കിൽ സ്മൃതികോശങ്ങളെ നമുക്ക് ഉത്തേജിപ്പിക്കാൻ, ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ പോഷകാഹാരങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പരീക്ഷ സമയം, ആ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കലാപ്രകടനം, ആ കലാപ്രകടനം കാഴ്ചവെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഓർമ്മശക്തിയെയും നമ്മൾ അഭ്യസിച്ചത് വളരെ നന്നായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ തലച്ചോറിന് ഉത്തേജനം ഉണ്ടാകണം. സ്മൃതികോശങ്ങളിൽ പഠിച്ചത് ഓർമ്മ വരണം, എങ്കിലും നമുക്ക് നന്നായിട്ട് കലാപ്രകടനത്തിൽ കാഴ്ചവെക്കാൻ പറ്റും. അതായത് ഏത് രംഗത്തും. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ പരീക്ഷ ഹാളിലേക്ക് പോകുന്ന മുമ്പോ അല്ലെങ്കിൽ ഏത് കലാപ്രകടനത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ളത്. ഡാർക്ക് ചോക്ലേറ്റിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തെ ഉത്തേജിപ്പിക്കും, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും, അത് നുണഞ്ഞുകൊണ്ട് പോകുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ വഴി അറിയുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ആദ്യം നമ്മുടെ ചെല്ലുന്നത് ഒരു ഷോർട്ട് ടൈം മെമ്മറിയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ മറന്നുപോകും, അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാൽ മറന്നുപോകും. ഷോർട്ട് ടൈം മെമ്മറിയിലേക്കാണ്. ഇപ്പം നമ്മൾ പുസ്തകം വായിക്കുന്നു, അത് നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിലേക്കാണ് ആദ്യം ചെല്ലുന്നത്. അപ്പൊ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ വഴി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ആ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്നും ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാറ്റില്ല.
അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ എങ്ങനെയാണ് അതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ആവർത്തിക്കുക. ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റപ്പെടും. അതവിടെ അങ്ങനെ കിടക്കും. അത് ഏത് പരീക്ഷ സമയത്താണെങ്കിലും നമുക്കത് ഓർത്തെടുക്കാൻ കഴിയും. അതായത് നമ്മൾ ഈ ലോങ് ടൈം മെമ്മറിയിലേക്കുള്ള പാത ഒരുക്കണം. പാത ഒരുക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ്? പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുക. ഈ പറഞ്ഞ പോലെ രാവിലെ ഉണർന്ന ഉടനെയും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും പഠിച്ച കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഈ ലോങ് ടൈം മെമ്മറിയിലേക്ക് പാത നമുക്ക് വെട്ടാൻ പറ്റും. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഒരു പുൽത്തകടി കൂടെ നമ്മൾ നടക്കുകയാണ്. ആദ്യം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്ന പാടൊന്നും കാണണമെന്നില്ല. എന്നാൽ ആ പുൽത്തകടിയിൽ കൂടെ നിരന്തരമായിട്ട് നടക്കുകയാണെങ്കിൽ ആ വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുകയാണെങ്കിൽ ഈ ലോങ് ടൈം മെമ്മറി തുറക്കപ്പെടുകയും ഏത് സമയത്തും നമുക്കത് ഓർത്തെടുക്കാൻ കഴിയും പറ്റും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് കാര്യം പഠിച്ചാലും നമ്മുടെ ശരീരത്തെ കൂടെ പങ്കാളിയാക്കുക. അതിനാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയും. ശരീരത്തെ കൂടെ പങ്കാളിയാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇപ്പം നമ്മൾ പുസ്തകം വായിക്കുകയാണ്, മറന്നു പോകാം. ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറന്നു പോകാം. അല്ലെങ്കിൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് ആക്കണമെങ്കിൽ നിരന്തരമായിട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്, ലോങ് ടൈം മെമ്മറിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം അല്ലേ. അപ്പോൾ ഇനി നമുക്കത് സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്താ, പഠിച്ച കാര്യങ്ങൾ ലോങ് ടൈം മെമ്മറിയിൽ നിന്നും ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റണം. അത് നിരന്തരമായിട്ട് നമ്മളൊന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഓർത്തെടുക്കാൻ കഴിയും. അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക, രാവിലെയും വൈകിട്ടും. പിന്നെ ഒരിക്കലും നമുക്ക് അത് മറക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലേക്ക് അദമ്യമായ നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം ആദ്യം അതേപോലെ നടക്കും. അതിന് ഒരു ടെക്നിക്ക് ഞാൻ കാണിക്കാം. എല്ലാവരും, അതായത് നമ്മൾ മനസ്സിലേക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ആ നിർദ്ദേശം കൊടുക്കുന്നത് അത് അതേപോലെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ചെറിയൊരു ടെക്നിക്ക്. എല്ലാവരും ഒന്ന് കൈ ഫ്രീ ആയിട്ട് വെക്കുക. ഓക്കെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കൈത്തണ്ട ഉണ്ടല്ലോ, കൈത്തണ്ട, ഇവിടെ ഒരു ലൈൻ കാണാം. എല്ലാവർക്കും ഉണ്ട് ഒരു ലൈൻ. ഓക്കെ, ഒരു ലൈനുണ്ട്. രണ്ട് സൈഡ് കൈത്തണ്ട ഇവിടെ കൊണ്ട് ഒരു ലൈനുണ്ട്. ആ ലൈൻ ഇങ്ങനെ ചേർത്ത് വെക്കുക. ഒന്ന് കാണിച്ചു കൊടുക്കുക. അല്ല, ഇങ്ങനെ കണ്ടോ, ഇതാണ് ലൈൻ. ഇവിടെ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ വെക്കുക, ചേർത്ത് വെച്ചു. വിരലുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. ചെറുവിരൽ പരസ്പരം കൂട്ടി സാറ് നിവർത്തി വെച്ചു. ഓക്കെ. ഇങ്ങനെ. ഓക്കെ. അപ്പൊ ഈ രണ്ട് ലൈനുകൾ ഒപ്പം പിടിച്ചതിന് ശേഷം കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഓക്കെ, കൈ ചേർത്ത് പിടിച്ചല്ലോ, ഇങ്ങനെ പിടിച്ചല്ലോ. പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ തൊഴുത് പിടിക്കും പോലെ ഇങ്ങനെ പിടിക്കുക. പിടിച്ചല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധ പാളിപ്പോകരുത്. ഞാൻ പറയുന്നതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. ശ്രദ്ധ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കിത് ഫലവത്താകണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായി? അപ്പൊ മനസ്സ് നമ്മുടെ ഇവിടെ തന്നെ ആയിരിക്കണം. ഞാൻ പറയുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. വേറെ യാതൊരുവിധ ചിന്തകളും വേണ്ട. നമ്മളിങ്ങനെ കൈ തൊഴുതി പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ ചൂണ്ടുവിരൽ മാത്രം, രണ്ട് വിരലുകൾ മാത്രം മേൽപോട്ട് നിർത്തിക്കൊണ്ട് ബാക്കി വിരലുകൾ കോർത്ത് മടക്കുക. ചൂണ്ടുവിരൽ അങ്ങനെ തന്നെ നിന്നോട്ടെ. രണ്ട് ചൂണ്ടുവിരല് മേൽപോട്ട് നിർത്തി, ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ മേൽപോട്ട് നിർത്തി ചേർത്ത് പിടിക്കുക. വിരൽ ചേർത്ത് നിൽക്കണം. പിടിച്ചിട്ട് ബാക്കിയുള്ള വിരലുകൾ തള്ളവിരൽ ഉൾപ്പെടെ കോർത്ത് പിടിച്ചു. ഓക്കെ, ഇങ്ങനെ പിടിച്ചല്ലോ എല്ലാവരും. ഓക്കെ, ഇനി ശ്രദ്ധ ഇവിടെ ആയിരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കേൾക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആ രണ്ട് വിരലിന്റെ അഗ്രത്തേക്ക് നോക്കുക. എന്നെ നോക്കണ്ട, പറയുന്ന കാര്യം മാത്രം കേട്ടാൽ മതി. രണ്ട് വിരലിന്റെ അഗ്രത്തേക്ക് മാത്രം നോക്കുക. അതിനുശേഷം നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു വിരല് ഒരല്പം വലുതും ഒരു വിരല് അല്പം ചെറുതായിട്ട് കാണാൻ കഴിയും. സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വിരല് ഒരല്പം നീളം കൂടുതലായിരിക്കും, ഒന്ന് ചെറുതായിരിക്കും.
അപൂർവം ചിലർക്ക് 2 വിരൽ ഈക്വലായിട്ട് തോന്നും, അപൂർവം ചിലർ. ബാക്കിയുള്ള എല്ലാവർക്കും ഒരു വിരൽ ഇച്ചിരിയെങ്കിലും വലുതായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വലിയ വിരല് താഴേക്ക് മടക്കിയിട്ട് നീളം കുറഞ്ഞ വിരൽ മാത്രം മേൽപോട്ട് നിർത്തുക. ഇപ്പൊ സുരക്ഷിതമായിട്ട് നമ്മൾ കോർത്ത് പിടിച്ചിരിക്കുകയാണ്. നീളം കുറഞ്ഞ വിരൽ മാത്രം മേൽപോട്ട് നിർത്തുക. അതിനുശേഷം അപ്പൊ നീളം കുറഞ്ഞ വിരലാണ് മുകളിലോട്ട് നിൽക്കുന്നത്, നീളം കൂടി നമ്മൾ മടക്കി പിടിച്ചു. ഇനി നമ്മൾ പറയുകയാണ്, എന്റെ ഈ നീളം കുറഞ്ഞ വിരല് വലുതാകട്ടെ. മനസ്സിലേക്ക് നിങ്ങൾ പറയുക, മനസ്സിൽ പറയുക, നീളം കുറഞ്ഞ ഈ വിരല് വലുതാകട്ടെ, വലുതാകട്ടെ, വലുതാകട്ടെ എന്ന് മനസ്സിൽ പറയുക. വേറെ ചിന്തകളൊന്നും പാടില്ല. ആ വിരലിന്റെ അഗ്രത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് മനസ്സിൽ അദമ്യമായിട്ട് പറയുക, ആ നീളം കുറഞ്ഞ എന്റെ വിരല് വലുതാകട്ടെ, വലുതാകട്ടെ, വലുതാകട്ടെ. കൈകൾ ചേർത്ത് ബലമായിട്ട് പിടിച്ച് മുറുക്കെ പിടിച്ച് വിരലിന്റെ അഗ്രത്തേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് പറയുക, ആ നീളം കുറഞ്ഞ വിരല് വലുതാകട്ടെ, 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 നീളം കുറഞ്ഞ വിരല് വലുതാകട്ടെ. ഇനി നിങ്ങൾ സാവധാനം ആ വിരലിന്റെ കെട്ടുപാടുകളൊക്കെ മാറ്റി പഴയതുപോലെ നിങ്ങൾ കൈകളാക്കിയിട്ട് വീണ്ടും നിങ്ങൾ നമ്മൾ ആദ്യം പിടിച്ച പോലെ തന്നെ ചേർത്ത് പിടിച്ച് 2 ചൂണ്ടുവിരൽ മാത്രം മേൽപോട്ട് നിർത്തി നോക്കുക. ഇങ്ങനെ നോക്കുക. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ നോക്കുക. ഇനി നിങ്ങൾ നോക്കിയിട്ട് പറയുക, ആ വിരല് വലുതായോ, നീളം കുറഞ്ഞ വിരല് വലുതായോ, വലുതായെന്ന് ബോധ്യം വന്നതിന് മാത്രം ഒന്ന് കൈവിട്ടു. ഓക്കെ അല്ലേ? അപ്പൊ ആ വിരല് വലുതായി. അതെങ്ങനെ വലുത്? നമ്മൾ ഒന്നും ചെയ്തോ? നമ്മൾ ആകെ ചെയ്യുന്ന പറഞ്ഞാല് മനസ്സിലേക്ക് നിർദ്ദേശം കൊടുത്തു, മനസ്സ് ഏകാഗ്രമാക്കി മനസ്സിലേക്ക് നമ്മൾ സജഷൻ കൊടുത്തു. ചെറിയ വിരല് വലുതാകട്ടെ. വിരല് വലുതായല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് മനസ്സിന്റെ പവർ എന്ന് പറഞ്ഞാൽ. മനസ്സിന്റെ അപാരമായ കഴിവുണ്ട്. നമ്മൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ആത്മാർത്ഥമായിട്ട് മനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉപബോധ മനസ്സിലേക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്താൽ അത് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറഞ്ഞത്. അപ്പോൾ മനസ്സിന്റെ കഴിവുകൾ അപാരമാണ്. ഇനി ഏതെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ആരെങ്കിലും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഏത് പ്രവൃത്തിയിലും ഒരു വ്യത്യസ്തത കാണിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് ബാക്കി ഒരു 2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തീർക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ പറയണമെന്നുണ്ടോ? സാറേ, എന്തെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ നമുക്ക് മുൻവിധികളൊന്നും പാടില്ല. അതാണ് വേറെ കാര്യം. പലർക്കും ഉള്ളൊരു വിഷയമാണ് മുൻവിധികൾ. അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകുമോ, എന്നെ കൊണ്ട് നടക്കില്ല എന്നൊരു. അതല്ല, ഏത് കാര്യവും നടക്കും. പിന്നെന്ന് പറഞ്ഞാല് മുൻവിധികൾ പാടില്ല. അമിതമായ ടെൻഷൻ ആണ് ഇപ്പൊ എല്ലാവർക്കും. ടെൻഷനാണ് നമ്മുടെ വഴിതെറ്റിക്കുന്നത്. അപ്പോ കൂടുതൽ ഒരു ടെൻഷനും അടിക്കേണ്ട. ഇതൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നുവോ അതേപോലൊക്കെ നടക്കും. നമ്മൾ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ വീണ്ടും ഒരു കുതിരയുടെ കഥ പറയാണ്. ഈ കഥ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യുമ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ശരീരത്തെ ഇവിടെ പങ്കാളികളാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞു. ഉദാഹരണം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറയാം, ഡ്രൈവിംഗ് നമ്മുടെ ശരീരത്തെ കൂടെ പങ്കാളിയാക്കിക്കൊണ്ട് പഠിക്കുന്ന കാര്യമാണ്. ജീവിതത്തിൽ പിന്നെ ഒരിക്കലും നമ്മൾ ഡ്രൈവിംഗ് മറക്കില്ല. ചെറുപ്പത്തിൽ സൈക്കിൾ ചവിട്ടുന്നു, നമ്മുടെ ശരീരത്തെ പങ്കാളിയാക്കിക്കൊണ്ട് പഠിക്കുകയാണ്. പിന്നീട് നമ്മൾ സൈക്കിള് ചവിട്ടാൻ ഏത് പ്രായത്തിൽ നമുക്ക് ചവിട്ടാൻ പറ്റും. നീന്തൽ പഠിക്കുന്നു, പിന്നെ നമ്മൾ മറക്കില്ല. തയ്യൽ ശരീരത്തെ പങ്കാളിയാക്കിക്കൊണ്ട് പഠിക്കുന്നതാണ്, തയ്യൽ പിന്നെ മറക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ശരീരത്തെ കൂടെ നമ്മൾ പങ്കാളികളാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ കലയായാലും അങ്ങനെയാണ്. ശരീരത്തെ പങ്കാളിയാക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും പഠിക്കുന്നതിനോടൊപ്പം തന്നെ
അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ടീച്ചറെ അനുകരിക്കുക, കണ്ണാടിയിൽ നോക്കി സംസാരിക്കുക, കൈകലാശങ്ങളുടെ അടുത്തൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ മറക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യുക, ശരീരത്തെയും കൂടെ പങ്കാളിയാക്കുക. അതിനാണ് നമ്മൾ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുക. ശരീരത്തെ പങ്കാളിയാക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പിന്നെ മറക്കില്ലെന്നുള്ളതാണ്. പിന്നെ അനാവശ്യമായ ചിന്തകൾ വേണ്ട. ഇതൊക്കെ മുകളിൽ ഒരാൾ നിയന്ത്രിക്കുന്നുണ്ട്, മനസ്സിലായോ? എങ്ങനെ വേണം ഓരോ കാര്യത്തിൽ ഓരോരുത്തരും എങ്ങനെ വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്, അത് അതേപോലെ നടക്കും. പക്ഷെ ഇങ്ങനെ സംഭവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഒരാൾക്ക് ഒരു പാവപ്പെട്ട ഒരു കർഷകനാണ്, അദ്ദേഹത്തിന് വളരെ ദരിദ്രനാണെന്ന് പറയാം, ജീവിത വിജയമൊക്കെ പാളിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം കഷ്ടപ്പെട്ട് കൃഷിയൊക്കെ ചെയ്ത് അയാള് 2 കുതിരകൾ. അപ്പൊ ഇയാൾ ഈ കഷ്ടപ്പെട്ട സമയത്ത് ഒരു വർഷം നിങ്ങൾ കഥ കേട്ടിരിക്കാം. കഷ്ടപ്പെട്ട സമയത്ത് അയൽവക്കാരൻ അത് പറഞ്ഞു, ചേട്ടന്റെ കാര്യം വളരെ കഷ്ടമാണ്, എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കഷ്ടമാണ് ഭാഗ്യമാണോ എന്ന് അറിഞ്ഞുകൂടാ, ഞാനങ്ങനെ ജീവിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം 2 കുതിരയെ വാങ്ങി. കുതിര വാങ്ങിയപ്പോ ഈ അയൽവക്കക്കാർ വീണ്ടും ഓടി വന്നു, ചേട്ടൻ രക്ഷപ്പെട്ട് ഭാഗ്യമായി 2 കുതിരയെ വാങ്ങിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, ഭാഗ്യമാണ് നിർഭാഗ്യമാണെന്ന് അറിഞ്ഞൂടാ, ഏതായാലും ഞാൻ 2 കുതിരയെ വാങ്ങിച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ 2 കുതിരയും, അടുത്തൊരു വനപ്രദേശമാണ്, 2 കുതിരയും വനത്തിലേക്ക് ഓടിപ്പോയി. കഷ്ടപ്പെട്ട് മേടിച്ച 2 കുതിരയും വനത്തിലേക്ക് ഓടിപ്പോയി. വീട്ടുകാർ വന്നു, അയൽവക്കാർ വന്നിട്ട് പറഞ്ഞു, കഷ്ടമായി പോയി, 2 കുതിര ഓടിപ്പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, കഷ്ടമാണ് ഭാഗ്യമാണെന്ന് അറിഞ്ഞൂടാ, ഏതായാലും കുതിര എനിക്ക് നഷ്ടപ്പെട്ടു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോ ഈ ഓടിപ്പോയ 2 കുതിര വേറെ 2 കുതിരയായിട്ട് വീട്ടിൽ വന്ന് കയറി. അപ്പോഴും അയൽവക്കാർ വന്നിട്ട് പറഞ്ഞു, ഭാഗ്യം ലോട്ടറി അടിച്ച പോലെയായി, 2 കുതിരയ്ക്ക് പകരം 4 കുതിര കിട്ടി. അപ്പോഴും അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, ഭാഗ്യമാണ് നിർഭാഗ്യമാണെന്ന് അറിഞ്ഞൂടാ, ഏതായാലും 4 കുതിര എനിക്ക് കിട്ടി. പിറ്റേ ദിവസം ഈ കർഷകന്റെ മകന്റെ ആഗ്രഹം, ഇതിലൊരു കുതിരയെ ഒന്ന് റൈഡ് ചെയ്യണം, ഒന്ന് പരിശീലിക്കണം, ഒന്ന് യാത്ര ചെയ്യണമെന്ന് തോന്നി. ഈ മകൻ പിറ്റേ ദിവസം കുതിരപ്പുറത്ത് വലിഞ്ഞു കയറി റൈഡ് ചെയ്തു. കുതിര ഓടി, ഈ മകൻ കുതിരപ്പുറത്ത് താഴെ വീണ് കാലൊടിഞ്ഞ് താഴെ കിടന്നു. അപ്പോഴും അയൽവക്കാർ ഓടി വന്നു, കഷ്ടമായി പോയി, മകന്റെ കാലൊടിഞ്ഞ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, കഷ്ടമാണ് ഭാഗ്യമാണെന്ന് അറിഞ്ഞൂടാ, അയാലും മകന്റെ കാലൊടിഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് രാജ്യത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് ഗ്രാമത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരെയും നിർബന്ധമായിട്ട് പട്ടണത്തിലേക്ക് പിടിച്ചോണ്ട് പോയിരുന്നു. ഈ വീട്ടിൽ വന്നു, പയ്യനെ കൊണ്ടുപോയില്ല, കാര്യം എന്താ, കാലൊടിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ഇതേ ഉള്ളൂ, ഒരു കാര്യം നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ നിരാശരാകേണ്ട. ഭാഗ്യമാണ്, ഭാഗ്യക്കേടാണ്, കഷ്ടമാണെന്ന് നമുക്ക് മുൻവിധിയൊന്നും വേണ്ട. നമുക്ക് വരാനുള്ളത്, നമ്മൾ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അമിതമായിട്ടുള്ള യാതൊരുവിധ ടെൻഷനും മുൻകൂട്ടി കൊണ്ടുനടക്കാനുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹോർമോണുകൾ ഹാപ്പി ഹോർമോണൊക്കെ ഉണ്ടാക്കണം. മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കി കളയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും അഭിനന്ദിക്കാൻ ഒരു നിമിഷം നമുക്ക് കിട്ടുകയാണെങ്കിൽ അവനെ അഭിനന്ദിക്കണം. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ അഭിനന്ദിക്കുമ്പോൾ, ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, നിങ്ങൾ എന്നെ അഭിനന്ദിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്ത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ഉണ്ടാകും. അതെനിക്ക് വളരെയധികം എനർജിയും ഞാൻ ചെയ്ത നല്ല കാര്യം വീണ്ടും പ്രവർത്തിക്കാനുള്ള ഉത്തേജനം ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ. അപ്പൊ ഞാനിപ്പോ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളൊന്ന് കൈയടിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്ത് ഡോപ്പമിൻ ഉത്പാദിപ്പിക്കപ്പെടും. അപ്പോൾ വീണ്ടും കുറെ കൂടെ നന്നായിട്ട് ക്ലാസ് എടുക്കാനുള്ള പ്രചോദനം ഉണ്ടാക്കുന്ന ഹോർമോണാണ് എന്നിലുണ്ടാകുന്നത്. ഓക്കെ, പക്ഷെ എനിക്കുണ്ടാകുന്ന ഹോർമോണിന്റെ ഇരട്ടി ഹോർമോൺ നിങ്ങളിലുണ്ടാവും. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ മറ്റൊരാളെ അഭിനന്ദിക്കാൻ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ ആരെയാണോ അഭിനന്ദിക്കുന്നത് അയാൾക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി 10 മടങ്ങെന്നാണ് പുതിയ കണ്ടെത്തൽ. അത്രയും ഡോപ്പമിൻ ഇത് അഭിനന്ദനം കൊടുക്കുന്ന ശരീരത്തുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത്. ഇനി ഒരു പ്രതിസന്ധി നമുക്കുണ്ടായി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ പരാജയപ്പെടുമോ അല്ലെങ്കിൽ എനിക്കത് നേടാൻ കഴിയുമോ എന്ന് ഒരു ആശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കുക. മനസ്സിനെ പോസിറ്റീവ് ആക്കാൻ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങളൊന്ന് ഓർക്കുക. നമ്മൾ നേടിയ നേട്ടങ്ങൾ, അച്ചീവ്മെന്റ്, നമ്മളെ മറ്റുള്ളവർ അഭിനന്ദിച്ച സന്ദർഭങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടായ നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, അത് നമ്മളൊന്ന് ഓർക്കുക. അത് ഓർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ട് വരും. ആ പോസിറ്റീവായ എനർജിയിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഓക്കെയാണ്. അപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയതിന് ശേഷം വേണം നെഗറ്റീവ് പരിഹരിക്കാൻ. പോസിറ്റീവിൽ നിന്ന് വേണം നെഗറ്റീവ് പരിഹരിക്കാൻ. അല്ല നെഗറ്റീവിൽ നിന്നും നെഗറ്റീവിനെ പരിഹരിക്കാൻ ഒരിക്കലും പറ്റില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇല്ല, കാളിദാസൻ ചെയ്ത പോലെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കേണ്ട കൊമ്പിലിരുന്ന് വെട്ടിയാണെങ്കിൽ കൊമ്പോട് കൂടി താഴെ വീഴും. അപ്പോൾ വെട്ടിമുറിക്കേണ്ട കൊമ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ആ നെഗറ്റീവ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് മരം മുറിക്കുകയാണെങ്കിലോ വീണ്ടും നെഗറ്റീവിലേക്കാണ് നമ്മൾ വീഴുക. മറിച്ച് പോസിറ്റീവ് പൊസിഷനിൽ ഇപ്പുറത്തിരുന്നു കൊണ്ട് നമ്മൾ സുരക്ഷിതമായ സ്ഥാനത്തിരുന്നു കൊണ്ട് വെട്ടേണ്ട ആ മരക്കൊമ്പ് മുറിക്കുകയാണെങ്കിൽ, നെഗറ്റീവ് മുറിക്കുകയാണെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും. അപ്പൊ ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സ് ആദ്യം ചെയ്യേണ്ടത് പോസിറ്റീവ് ആക്കുക. അപ്പൊ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും. പിന്നെ പരീക്ഷ, ഇന്റർവ്യൂ, കലാപ്രകടനം, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ, വളരെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഏത് നടക്കേണ്ട ആ ദിവസം ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കരുത്, വഴക്കിടരുത്, ഷൗട്ട് ചെയ്യരുത്. ഓക്കെ. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ഈ പറഞ്ഞ പോലെയൊക്കെയാണ്. നല്ലപോലെ ജോലി ചെയ്യേണ്ട സമയമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്, പരീക്ഷ എഴുതണം, അല്ലെങ്കിൽ കലാപ്രകടനം കാഴ്ചവെക്കണം, അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാം, എന്തും ആയിക്കോട്ടെ. പ്രധാനപ്പെട്ട അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും രാവിലെ നമ്മൾ വീട്ടിൽ വെച്ചോ ഓഫീസിൽ ചെന്നതിന് ശേഷം ഇതിന്റെ ഇടയ്ക്കോ ഉച്ചത്തിൽ സംസാരിക്കരുത്, ഷൗട്ട് ചെയ്യരുത്, ദേഷ്യപ്പെടരുത്. അതിന് സന്ദർഭം പിന്നീട് നമുക്ക് കണ്ടെത്താം. അന്നത്തെ ദിവസം പാടില്ല. കാര്യം ഈ 3 കാര്യങ്ങൾ ചെയ്താൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും. കോർട്ടിസോൾ, ആ കോർട്ടിസോൾ എന്ന ഹോർമോൺ ശരീരത്ത് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരാജയം അവിടെ നമ്മൾ അന്നത്തെ ദിവസം ഏർപ്പെടുന്നത് കുളമാകും എന്നുള്ള ഒരു സംശയവും. കോർട്ടിസോള് ശരീരത്തിൽ ഉത്പാദിപ്പിച്ച് ഏത് രംഗത്ത് നമ്മൾ അതിന്റെ സാന്നിധ്യം അറിയിച്ചാലും അല്ലെങ്കിൽ ഏർപ്പെട്ടാലും ശരി, അത് പരാജയത്തിലെ കലാശിക്കും. അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ പല മനസ്സിനെ ശരിക്ക് പഠിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ജീവിത വിജയം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല, അതാണ് എൻ്റെ ഒരു വിഷമം. തുറന്ന് സംസാരിക്കുക. ഇന്നത് ചോദിക്കാൻ പാടണമെന്നൊന്നുമില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എന്നെ കൊണ്ടാവുന്ന മറുപടികൾ ചോദിച്ചോ. പഠനമായിട്ട് ബന്ധപ്പെട്ടോ പരീക്ഷ ഉള്ള വിഷയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. പരീക്ഷ എന്നല്ല, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ടെൻഷൻ, ഇങ്ങനെയൊക്കെ പല നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പരാജയമില്ല. ആത്മഹത്യയെ പോലെ നിയന്ത്രിക്കാൻ